നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒന്നും വേണ്ടായിരുന്നു പുഷ്പൻ ചേട്ടാ. ഇന്നലെ തന്നെ അഞ്ജലി ചേച്ചി ഉൾപ്പെടെ ഉള്ളവരുടെ പ്രതികരണം അറിഞ്ഞല്ലേ നമ്മള്. എന്നിട്ട് ഏട്ടനെ കൂടെ എന്തിനാ അവിടെ പോയത്? എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. അതിന് ഞാൻ പറഞ്ഞിട്ടല്ല പ്രസാദ് എന്നെയും കൂട്ടി പോയത്. നിന്റെ സന്തോഷത്തിന് പ്രസാദ് വില കൽപ്പിച്ചു. അതിന്റെ പേരുള്ള അപമാനത്തിനെ അവൻ വലിയ വിഷയമാക്കുന്നില്ല, അത്ര തന്നെ. ചേട്ടൻ അതൊരു വിഷയമല്ലായിരിക്കും, പക്ഷെ എനിക്കതൊരു വിഷയമാണ്. അവളെ സഹായിക്കാൻ ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടുള്ളൂ. ആ ശ്രമത്തിലൂടെ പറ്റിയൊരു കയ്യബദ്ധമാണ് ആ താലി കെട്ടല്. എന്നെ അപമാനിച്ചാലും വേണ്ടില്ല, വേണമെങ്കിൽ തല്ലിയെ കൊള്ളാനും ഞാൻ റെഡിയാ. പക്ഷെ എന്റെ ഏട്ടനെ അപമാനിക്കാൻ ശ്രമിച്ച അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇവിടെ ഏട്ടനാ ദൈവം. ആ ദൈവത്തെ നിന്നിച്ച ചോദിക്കും, ഞാൻ ചോദിച്ചിരിക്കും പുഷ്പൻ ചേട്ടാ, ഇപ്പൊ തന്നെ. മുരളി മുരളി പോകരുത്, മുരളി നിക്കേ, പോകരുത്, അവിടെ നിൽക്കാൻ മുരളി. ഓ അത് ശരി, ആരോടൊന്നും പറയാതെ നീ ഇവിടെ വന്ന് നിൽക്കുകയാണല്ലേ? ദേ, ആരതി അവിടെ വല്ലാത്തൊരു സ്വഭാവം കാണിച്ചോണ്ടിരിക്കുക. അമ്പിനും മിന്നിനും അടുക്കാത്ത മട്ട അവക്ക്. പരിചയപ്പെട്ട അന്നു മുതല് നമുക്ക് ഉപകാരം മാത്രം ചെയ്തിട്ടുള്ള ആളാ പ്രസാദ് സാറ്. ആ മനുഷ്യനാണ് അവൾ ഇന്ന് അപമാനിച്ചിറക്കി വിട്ടത്. ഞാൻ എന്ത് ചെയ്യാനാ സീതമ്മ? ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ തല്ലി അനുസരിപ്പിക്കാൻ. അവൾക്ക് അവളുടെ ജീവിതം തീരുമാനിക്കാം, ബാക്കി ആർക്കും അതിൽ ഇടപെടാൻ പറ്റില്ല. മറ്റാരുമല്ല നീ, നീ അവളുടെ ചേച്ചിയാ, അമ്മയുടെ സ്ഥാനം കൂടി വഹിക്കുന്ന ചേച്ചി. നിനക്ക് ഇടപെടണം. അതെങ്ങനെ? നീയും ആള് ശരി തന്നെയാണല്ലോ. ആദ്യം നീയാണ് പ്രസാദ് സാറിനെ അപമാനിച്ചു വിട്ടത്. വീട്ടിലിരുന്ന സാറിനെ പോയി വിളിച്ചിറക്കി അനിയനെ കൊണ്ട് നാട് നീളെ ഇവിടെ അന്വേഷിച്ച് യാത്ര ചെയ്യിപ്പിച്ചിട്ട് വീട്ടിൽ കൊണ്ടാക്കിയപ്പോ അനിയൻ കൊള്ളരുതാത്തവനായി. നിന്നെ കണ്ടല്ലേ അവള് പഠിക്കുന്നത്, പിന്നെ ആരെന്ത് പറയാൻ? അന്നേരത്തെ അവളുടെ അവസ്ഥ കണ്ടപ്പോ വേറെ ഒന്നും ചിന്തിക്കാൻ തോന്നിയില്ല സീതമ്മേ. പറയാൻ പാടില്ലാത്തതാ, പക്ഷെ പറഞ്ഞു പോയി. അതെ, പറയാൻ പാടില്ലാത്തതാണ്, എന്നിട്ടും പറഞ്ഞു. ആദ്യം ഒരു തവണ അപമാനിക്കപ്പെട്ടിട്ടും അത് മറന്ന ആ പാവം കല്യാണാലോചനയുമായി രണ്ടാമത് വന്നത്. അപ്പോഴും കിട്ടിയത് അപമാനം തന്നെ. എന്തൊരു ഗതികേടാണെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്തവണ ഞാനൊന്നും പറഞ്ഞില്ല സീതമ്മേ, പറഞ്ഞതെല്ലാം അവളാ. നീ ഒന്നും പറഞ്ഞില്ല, അതാണ് ഈ തവണത്തെ നിന്റെ തെറ്റ്. ആരതി അവരിങ്ങനെ അപമാനിച്ച സമയത്ത് അവളെ ഒരു വാക്കുകൊണ്ട് പോലും നീ തടഞ്ഞില്ല. ഇതാണോ അഞ്ജലി നീ പ്രസാദ് സാറിന് കൊടുക്കുന്ന ബഹുമാനം? ഇതിന് ഞാൻ വിളിക്കുന്ന പേര് ബഹുമാനം എന്നല്ല, അപമാനമാണെന്നോ? ഞാൻ എന്ത് വേണം സീതമ്മ പറയൂ. പറയാം. ആരതി ഇപ്പൊ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ തെറ്റാണ്. അത് കൃത്യമായി പറഞ്ഞു തിരുത്തി കൊടുക്കേണ്ട ആളാ നീ. എങ്ങനെയോ കൈവിട്ടു പോയ അവളുടെ ജീവിതം തിരിച്ചു പിടിക്കാനാണ് അവരിവിടെ വന്നത്. അത് വലിയ മനസ്സാണ്. ആ നന്മയാണ് ആരതി പുറമേ കൊണ്ട് തട്ടിക്കളഞ്ഞത്. അവളൊന്നും പറയാതിരുന്നെങ്കിൽ അവൾക്ക് നഷ്ടപ്പെട്ടെന്ന് കരുതുന്ന ജീവിതം അവൾക്ക് തിരിച്ചു കിട്ടുമായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.